ഞാൻ തെക്ക് ഭാഗത്തുള്ളതാണ്. പിന്നെ ഞാൻ 10 വർഷം കൊണ്ട് ദുബൈയിലായിരുന്നു വന്നു പോയി നിന്നത്. അങ്ങനെ എനിക്ക് നല്ല വണ്ണമായിരുന്നു. പിന്നെ വെള്ളത്തിനനുസരിച്ച് എനിക്ക് നല്ല വയറും ഉണ്ടായിരുന്നു. പക്ഷേ ഏപ്രിൽ മാസമായപ്പോൾ എൻ്റെ വയറങ്ങ് പിന്നെ വണ്ണം കുറഞ്ഞു. പക്ഷേ എൻ്റെ വയറ് കുറയുന്നില്ല. നല്ല ഭയങ്കരമായിട്ട് വയറ് നിന്നപ്പം ഞാനിപ്പം നാട്ടിൽ വന്നപ്പം വീട്ടിൽ വന്നപ്പം മക്കൾ പറഞ്ഞു ചിലപ്പം ഡോക്ടറെ കാണണം, അമ്മയും ഒത്തിരി മോശമായി എന്താണെന്ന് വെച്ചാൽ. അപ്പം എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു അങ്കിള് ഡോക്ടർ തെക്കമ്പത്തുകാരനാണ്, ബൈജു എന്ന് പറഞ്ഞ ഡോക്ടറാണ്, ഞങ്ങളുടെ നാട്ടുകാരിൽ നിന്ന്. അപ്പോൾ പറഞ്ഞു ഡോക്ടറെ പോയി കാണും, ഡോക്ടർ മിടുക്കനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, വ്യാഴാഴ്ച വന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ എക്സ്റേയും ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്തു പറഞ്ഞു വരാൻ പറഞ്ഞു. പിന്നെ ശനിയാഴ്ച വന്ന് നോക്കിയപ്പം എക്സ്റേക്കകത്ത് എൻ്റെ വയറ്റിനകത്ത് നല്ലൊരു വലിയൊരു ബോളിൻ്റെ അത്രയുള്ള വലിയൊരു മുഴയാണ്. അത് പിന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തിങ്കളാഴ്ച കടപ്പെട്ടു എന്ന് ചോദിച്ചു. ഞാൻ പറയും ശരി, കടപ്പ് ചൊവ്വാഴ്ച ഞാൻ ശരിയാകുമോ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ നല്ല മിടുക്കനാണ്. പിന്നെ 2 രീതിയിലാണ് ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ രീതി നടന്നില്ലെങ്കിൽ പിന്നെ മറ്റേ രീതിയിൽ ചെയ്യുന്നു. ബൈജു ഡോക്ടർ നല്ല രീതിയിൽ തന്നെ നല്ലതുപോലെ അത് കണക്ക് മേഘ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. നല്ല സഹായമായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കൈകളും തരികയും എല്ലാ പറയുമ്പോൾ മനസ്സിലാക്കി തരികയും എല്ലാം ചെയ്യുന്നു. പിന്നെ ബൈജു ഡോക്ടർ നല്ല മിടുക്കനാണ്. എല്ലാ കാര്യത്തിൻ്റെ സമാധാനവും സ്നേഹത്തോടും വന്ന് നമ്മൾക്കെല്ലാം പറയുകയും ഓപ്പറേഷൻ കഴിഞ്ഞപ്പം എൻ്റെ മക്കടുത്തെല്ലാം കാര്യങ്ങൾ പറയുകയും കാണിക്കുകയും എല്ലാം ചെയ്യുന്നു. ഒത്തിരി നന്ദി. പിന്നെ ബെൻസറിൻ്റെ എല്ലാ നേഴ്സുമാരായാലും റൂമൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റാണ്. അവരെല്ലാം നല്ല രീതിയിൽ. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്ന് 5 ദിവസമായി ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവാണ്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ബൈജു ഡോക്ടർ മിടുക്കനാണ്. ഒത്തിരി നന്ദി പറയുന്നു ഡോക്ടർ. അമ്മ അഡ്മിറ്റ് ആക്കിയപ്പോൾ മേഘ ഡോക്ടർ വന്ന് ഈ ഓപ്പറേഷനെ പറ്റിയുള്ള എല്ലാ റിസ്കിനെയും പറ്റി പറഞ്ഞ് 2 രീതിയിലാണ് അമ്മയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഈ ഹോള് വഴിയായിരിക്കും, അത് പറ്റിയില്ലെങ്കിൽ ഓപ്പൺ സർജറി ആയിരിക്കും. ഓപ്പൺ സർജറി ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞ് അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഡോക്ടർ ഭയങ്കര റിസ്ക് എടുത്ത കാര്യം. അമ്മയുടെ വയറ്റിൽ ഒരു ബോളിൻ്റെ അത്രയുള്ള മുഴയുണ്ടായിരുന്നു. 8 ലിറ്റർ ഫ്ലൂയിഡ്. പിന്നെ അത് കൂടാതെ ഡോക്ടർ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഓവറിയും യൂട്രസും എല്ലാം ഈ ഹോള് വഴി റിമൂവ് ചെയ്തു. അങ്ങനെ ഞാൻ ഡോക്ടർ റൂമിൽ വന്നപ്പോൾ ചോദിച്ചു, ഞാൻ അങ്ങനത്തെ കേസായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല, ഈ ഹോള് വഴി ഓവറി യൂട്രസൊക്കെ റിമൂവ് ചെയ്യാനും ചോദിച്ചിട്ടില്ല. പ്രത്യേക റിസ്ക് എടുത്താണെങ്കിൽ ഈ ഹോള് വഴി എല്ലാം ചെയ്തതാണ്. അമ്മ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഡോക്ടറിനോട് ഈശ്വരനോട് നന്ദി പറയുന്നു. അവർക്ക് ഒരു ഹ്യൂജ് അബ്ഡോമിനൽ പെൽവിക് സിസ്റ്റായിരുന്നു. അതായത് വയറിൻ്റെ ഈ വയറും നെഞ്ചുമായിട്ട് വേർതിരിക്കുന്ന ഡയഫ്രം തളയും താഴെ ഇവിടെ പെൽവിസിന് താഴെ വരെ ഗർഭാശയത്തിന് താഴെ വരെ ഇവിടെ വലിയൊരു മുഴയായിരുന്നു, സിസ്റ്റായിരുന്നു. സിസ്റ്റ് കൂടുതലും വെള്ളക്കെട്ട്. നമ്മൾ സാധാരണ രീതിയിൽ സർജറി സാധ്യമല്ല. കാരണം സിസ്റ്റ് തന്നെ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. ഒക്കെ നമ്മൾ ഈ സമീപനം നമ്മൾ വയറ്റാത്ത കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറ്റാൻ പറ്റും. വരും മുഴുവൻ നിറഞ്ഞിരിക്കും സിസ്റ്റർ. സോ നമുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സിസ്റ്റിനകത്തോട്ട് തന്നെ തൊക്ക, അതായത് വാതിനെ കിടന്ന് കടത്തിവിടാനുള്ള വാദമാണ് ടക്കാറെന്ന് വരുന്നത്. ആ പൊട്ടാകത്തിയിട്ട് അതിൻ്റെ ഫ്ലോറിലെല്ലാം കംപ്ലീറ്റ് വെച്ചു. വറ്റിച്ചപ്പോൾ ഏകദേശം 8 ലിറ്റർ ഫ്ലോറിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു 8 ലിറ്റർ ഫ്ലോറിലേക്ക് ആ ഫ്ലോറിലെല്ലാം ഇവിടെ വരവും ആ സിസ്റ്റം ഫുട്ബോളിൻ്റെ അവരെ മാറ്റി അത് പിന്നെ ആ സിസ്റ്റർ നീക്കം ചെയ്യും. അതിനോടൊപ്പം തന്നെ യൂട്രസ്, കാരണം ഇത് സാധാരണ ഈ ഏജിൽ വരുന്ന സിസ്റ്റർ അത്ര നല്ല സിസ്റ്ററുകളായിരിക്കും. ഇത് ക്യാൻസർ എന്നതൊക്കെ സിസ്റ്ററുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ അടുത്ത ഓവറിയും ഓപ്ഷൻ ചെയ്തതായിരിക്കും. അടുത്ത ഓവറിയും യൂട്രസ് വെക്കാതമാണ് അതൊക്കെ മാറ്റുക. അതുകൊണ്ട് അടുത്ത ഓവറിയും യൂട്രസും അടുക്കുകയും മുഴുവൻ ക്രിയയും താക്കോൽ
ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ വളരെ ഹാപ്പിയാണ്.